നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 24 വ്യാഴാഴ്ചയാണ്. മേഡം 11 നിരവധി വാർത്തകളുള്ള ദിവസമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയും പോലെ പഹൽഗാമിലെ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളാണ്. ഇതടക്കമുള്ള വാർത്തകളുണ്ട്. ആദ്യം ഹെഡ്ലൈൻസ്. വിശദമായ വാർത്തകളിലേക്കാണ്. പഹൽഗാം ആക്രമണത്തിൽ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. 100-ലേറെ പേരെ ജമ്മുകാശ്മീർ പോലീസ് ചോദ്യം ചെയ്തു. പ്രദേശവാസികളിൽ നിന്നും കുതിരസവാരിക്കാരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. കശ്മീരിലെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ഇന്ന് യോഗം വിളിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ നിന്നും വിനീത വേജി ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, ഇന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിനീത തരുമല്ലോ. അതിനു മുൻപ് ഈ കശ്മീരിൽ 100-ലേറെ പേരെയാണല്ലോ പോലീസ് ചോദ്യം ചെയ്തിരിക്കുന്നത്. പ്രദേശവാസികളുണ്ട്, കുതിരസവാരിക്കാരുണ്ട്, പല മേഖലകളിൽ പെടുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ വിവരങ്ങളാണ് ചോദിച്ചറിയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള നിർണായകമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമാണോ? ക്രിസ്റ്റീന, പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണത്തിലാണ് ജമ്മു കശ്മീർ പോലീസ്. ഇതിന്റെ ഭാഗമായി ഇതിനകം ഒരു ദിവസത്തിനകം തന്നെ 100-ലേറെ പേരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു എന്നാണ് ജമ്മു കശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ മേഖലയിൽ ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ എന്നിവരിൽ നിന്നും, ഒപ്പം തന്നെ ഈ കുതിരസവാരി നടത്തുന്ന ആളുകളിൽ നിന്നുമാണ് മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളിൽ പ്രദേശവാസികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെയുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതും അടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ചില നിർണായക വിവരങ്ങൾ ഇവരെ സംബന്ധിച്ച് പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് വിവരം. ഈ ഒരു ചോദ്യം ചെയ്യലിലാണ് ഈ പ്രദേശവാസികളുടെ പങ്ക് ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ സ്ഥിരീകരിക്കാൻ പോലീസിനും മറ്റ് ഏജൻസികൾക്കും കഴിഞ്ഞിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. സമാനമായി തന്നെ മറ്റ് വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ ഈ തെരച്ചിൽ ഇപ്പോൾ തുടരുന്നു. ഈ പഹൽഗാം മേഖലയിൽ ഊർജിതമായ തെരച്ചിലാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ, സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CRPFന്റെ അത്യാധുനിക ഉപകരണങ്ങൾ, വാഹനങ്ങൾ ഉൾപ്പെടെ ഈ വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നതിനായി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെയും കൂടുതലായി സൈനികരെ ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചിരുന്നു. പ്രദേശത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വാഹന പരിശോധന കർശനമാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ കടുത്ത തോതിലുള്ള പരിശോധനകൾ നടത്തി ഈ മേഖലയിലേക്ക് ഓരോരുത്തരെയും പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. അത്തരത്തിൽ കടുത്ത തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം തന്നെ തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഭീകരർ ഈ മേഖല വിട്ടുപോയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സുരക്ഷാ സേന കണക്കാക്കുന്നത്. അവർക്ക് രക്ഷപ്പെടാൻ ഒരു സമയം ലഭിക്കുന്നതിന് മുമ്പായി ഈ മേഖലയിൽ ഉൾപ്പെടെ സൈനിക വിന്യാസം നടത്താൻ കഴിഞ്ഞിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇവർ ഏതോ ഒളിത്താവളത്തിൽ വനമേഖലയിൽ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് സമീപത്തായി കഴിയുന്നുണ്ട് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇതനുസരിച്ചുള്ള അന്വേഷണവും ഊർജിതമായി പുരോഗമിക്കുകയാണ്. സമാനമായി തന്നെ കുൽഗാമിൽ കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. TRFന്റെ ഒരു കമാൻഡർ അടക്കമുള്ള 3 ഭീകരവാദികൾ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ ഏറ്റുമുട്ടലിന് പിന്നാലെ ഈ മേഖലയിൽ കൂടുതൽ സുരക്ഷാ സൈനികരെ വിന്യസിച്ച് ഇരിക്കുകയാണ്. ഈ TRF കമാൻഡർ അടക്കമുള്ള ഭീകരർ ഒളിഞ്ഞിരിക്കുന്ന ഇടം അത് പൂർണ്ണമായും സുരക്ഷാ സേന വളഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് ആണ് കൂടുതൽ സൈനികരെ ഈ മേഖലയിൽ വിന്യസിച്ചത്. എന്നാൽ രാത്രിയോടെ ഈ ഓപ്പറേഷൻ നിർത്തിവെച്ചെങ്കിലും സുരക്ഷാ സേന അവിടെ തന്നെ തുടരുകയാണ്. ഇവർക്ക് രക്ഷപ്പെടാൻ അനുവദിക്കാത്ത തരത്തിലുള്ള വിന്യാസം ഈ സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുമുണ്ട്. സമാനമായി തന്നെ മറ്റ് പലയിടങ്ങളിലും സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി രഹസ്യാന്വേഷണ ഏജൻസികൾ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം തന്നെ. അതേസമയം ഇന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിളിച്ച സർവകക്ഷി യോഗം വൈകിട്ട് ചേരും. ഈ യോഗം പ്രധാനമായും ഈ ആക്രമണം പ്രദേശവാസികളിൽ ഉൾപ്പെടെ ഉണ്ടാക്കി
ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു അരക്ഷിതാവസ്ഥ ജമ്മു കശ്മീരിൻ്റെ പ്രതിച്ഛായ തകർക്കുന്നു. സാമ്പത്തികമായി ജമ്മു കശ്മീരിനെ പ്രതിരോധത്തിലാക്കുന്ന ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയെ തകർക്കുന്നതാണ് ഈ ഭീകരാക്രമണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 2 ദിവസത്തിനകം തന്നെ നിരവധി പേർ ജമ്മു കശ്മീരിലേക്ക് വിനോദസഞ്ചാരത്തിനായി ഹോട്ടലുകളും വാഹനങ്ങളും ബുക്ക് ചെയ്തവർ അത് റദ്ദാക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പുതിയതായി ഒരു ബുക്കിംഗ് പോലും സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല ഹോട്ടലുകളിൽ എന്നുള്ള സാഹചര്യവുമുണ്ട്. ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ സുരക്ഷ ശക്തമാക്കുന്നതിനാവശ്യമായ നടപടികൾ അടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് സർവകക്ഷി യോഗം ഒമർ അബ്ദുള്ള വിളിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെയുമാണ് ഈ യോഗത്തിനായി വിളിച്ചിരിക്കുന്നത്. ഒപ്പം ഇന്ന് ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിളിച്ച ഉന്നതതല സുരക്ഷാ അവലോകന യോഗവും ചേരുന്നുണ്ട്. ഗ്രൗണ്ട് സീറോയിലുള്ള തുടർ നടപടികൾ സംബന്ധിച്ചുള്ള നിലവിലുള്ള അവലോകനവും പുതിയ തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ ഈ ഭീകരവിരുദ്ധ നടപടികൾ സംബന്ധിച്ച് നൽകിയ നിർദ്ദേശങ്ങൾ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ യോഗം. ഈ യോഗത്തിൽ സൈനിക മേധാവികൾ ഒപ്പം തന്നെ ഇന്റലിജൻസ് മേധാവികൾ അടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ജമ്മു കശ്മീർ പോലീസ് മേധാവിയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണം സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് ഈ യോഗത്തിൽ ജമ്മു കശ്മീർ പോലീസ് മേധാവി ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭീകരർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. അതേസമയം ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതും ഉള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായി എന്നുള്ള വിലയിരുത്തലാണ് ഭരണകൂടത്തിന് ഉള്ളത്. അതേസമയം ഇപ്പോഴും വിനോദസഞ്ചാരികൾ പലയിടത്തും ജമ്മു കശ്മീരിൽ ഉണ്ട്. അവർക്ക് പലരും വരുന്ന ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ്. ചിലർ ആശങ്കയോടെ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായ വിമാന സൗകര്യം ഒരുക്കുന്നതിനായി കൂടുതൽ സർവീസുകൾ ഉൾപ്പെടെ ക്രമീകരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിമാനങ്ങളുടെ തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മലയാളികളടക്കമുള്ള നിരവധി ടൂറിസ്റ്റുകൾ വിനീതയിലേക്ക് കൂടെ പോയാൽ വിനീത ഡൽഹിയിലുണ്ട്. വിനീത, ഇന്ന് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗമുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കശ്മീരിലെ സാഹചര്യം എന്താണെന്ന് വിലയിരുത്താനുള്ള യോഗം വിളിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ 2 യോഗങ്ങളിലെയും പ്രധാന അജണ്ടകൾ? ക്രിസ്റ്റീന, ഇന്നലെ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം കൂടി വിളിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലാണ് ഈ യോഗം ചേരുക. ഇതുവരെയുള്ള സ്ഥിതിഗതികൾക്കൊപ്പം തന്നെ ഇനി മുന്നോട്ട് പോകേണ്ട നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ യോഗത്തിൽ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ എല്ലാ പാർട്ടികളുടെയും അഭിപ്രായം കൂടി ചേർത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ ആലോചിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ഈ നയതന്ത്ര മേഖലകളിലടക്കം കടുത്ത നിരോധനം ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ അടക്കമുള്ള തീരുമാനമാണ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിന്ന് അത്തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങളാണ് വന്നിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചില സുപ്രധാന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ഉൾപ്പെടെയുള്ള ചില തീരുമാനങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിലും പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. നയതന്ത്ര മേഖലയ്ക്ക് പുറമെ തന്നെ പ്രതിരോധ മേഖലയിലും ഏതൊക്കെ തരത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ശക്തമായി മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്നലെ ഡൽഹിയിൽ ചേർന്ന യോഗങ്ങളിലൊക്കെ തന്നെ ചർച്ചയായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സർവകക്ഷി യോഗം കൂടി വിളിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള സർക്കാരിന്റെ പോരാട്ടത്തിന് ഞങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് പ്രത്യേക യോഗം ചേർന്നത്. ഇത് കൂടാതെ തന്നെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗം കൂടി ഇന്ന് വിളിച്ചിട്ടുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിലായിരിക്കും ഈ യോഗം ചേരുന്നത്. രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സന്ദർശനത്തിലായിരുന്നു. അദ്ദേഹം ഈ സന്ദർശനം പകുതിക്ക് നിർത്തി അദ്ദേഹവും ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ശക്തമായിട്ടുള്ള നടപടികൾ ഈ ഭീകരതയ്ക്കെതിരെ കൊണ്ടുവരണമെന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷങ്ങൾ ഒന്നാകെ ആവശ്യപ്പെടുന്നത്. ഇതിന് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന് തക്കതായ മറുപടി ഇന്ത്യ നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം നടപടിക്രമങ്ങൾ സ്വീകരിക്കുമ്പോൾ സർക്കാരിനൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. ഏതാണെങ്കിലും അവരുടെ ഉൾപ്പെടെയുള്ള അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക. അത് സംബന്ധിച്ചുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിലൊക്കെ ചർച്ചയാവുക. ക്രിസ്റ്റീന.
ശരി വിനീത, ബൽറാമിലേക്ക് ഒരിക്കൽ കൂടി. ബൽറാം, മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീകരർ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്, തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശവാസികളിൽ നിന്നുള്ള വിവരം ഏറെ നിർണായകമാണല്ലോ. ഏതെങ്കിലും തരത്തിൽ പ്രദേശവാസികളുടെ പിന്തുണയില്ലാതെ, ആരുടെയെങ്കിലുമൊക്കെ പിന്തുണയില്ലാതെ ഇത്തരത്തിലൊരു ആക്രമണം നടക്കില്ല എന്നൊരു പ്രാഥമിക നിഗമനവുമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഭീകരരിലേക്ക് എത്തിച്ചേരുന്നതിനായി ഈ ചോദ്യം ചെയ്യൽ, തുടർന്നുള്ള നടപടികളൊക്കെ ഇന്ന് എങ്ങനെയായിരിക്കും നടക്കുക? ക്രിസ്റ്റീന, ഈ ചോദ്യം ചെയ്യൽ നടപടികൾ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ പ്രദേശവാസികളുടെ സഹകരണമില്ലാതെ ഇത്തരത്തിൽ ഒരു ആക്രമണം സംബന്ധിച്ചുള്ള അന്വേഷണം അത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല വിജയകരമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ മുൻപ് പല സാഹചര്യങ്ങളിലും ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായി ഈ ഭീകരാക്രമണത്തെ സംബന്ധിച്ചിടത്തോളം പ്രദേശവാസികളുടെ പൂർണ്ണ സഹകരണം പോലീസിന് ലഭിക്കുന്നുണ്ട്. അത് അന്വേഷണത്തിലും ഈ ഭീകരവാദികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതിലും എല്ലാം തന്നെ പ്രദേശവാസികൾക്ക് പങ്കുണ്ട്. കാരണം ഈ ആക്രമണം ഏറ്റവും വലിയ തോതിൽ ബാധിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികളെയാണ്, വിനോദസഞ്ചാര മേഖലയെയാണ്, സാധാരണക്കാരുടെ ഉപജീവന മാർഗത്തെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രദേശവാസികൾ കൃത്യമായി തന്നെ സഹകരിക്കുന്നുണ്ട്. ഈ ഭീകരരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇനിയുള്ള തുടർ അന്വേഷണത്തിൽ. പ്രധാനമായും ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ഇവർ കുറച്ചു നാൾ മുമ്പ് തന്നെ എത്തി ഈ പരിശോധന നേരത്തെ നടത്തി കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ കൃത്യമായി തന്നെ മുൻപ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു പദ്ധതി ആയി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഈ പ്രദേശം കണ്ടെത്തിയതും ഈ ആക്രമണം നടത്തിയ സമയവും ഒപ്പം തന്നെ ദിവസവും ഉൾപ്പെടെ തീരുമാനിച്ചതിലെല്ലാം തന്നെ വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നതിനാൽ തന്നെ ഭീകരർക്ക് അല്ലെങ്കിൽ അവരുടെ സഹായികൾ മുൻപ് ഈ പ്രദേശം സന്ദർശിച്ച് ഉറപ്പുവരുത്തിയ ആളുകളോ അല്ലെങ്കിൽ ഇവിടെ ഈ പ്രദേശവുമായി ഏറെ പരിചയമുള്ള ആളുകളോ ആണ് എന്നാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നാട്ടുകാരിൽ നിന്ന് മാത്രമായിരിക്കും പോലീസിന് ശേഖരിക്കാൻ കഴിയുക. അതിനായി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇന്നും ഉണ്ടാകും. ഈ പ്രദേശത്ത് ഉള്ള ആളുകൾ, ഈ ആക്രമണം നടന്ന പ്രദേശം എന്നുള്ളത് സ്ഥിര താമസക്കാർ ഈ മേഖലയിൽ കൂടുതലായി ഇല്ല. ഒരു ഒറ്റപ്പെട്ട പ്രദേശമാണ്. വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല. കുതിരപ്പുറത്തോ നടന്നോ മാത്രം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിന് സമീപ പ്രദേശത്തും ചേർന്ന് കിടക്കുന്ന വനമേഖലയുമായി സമീപ പ്രദേശത്തും താമസിക്കുന്ന ആളുകളിൽ നിന്നുള്ള മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. ഇവർ ഈ മേഖലയിലേക്ക് എത്തിയ വാഹനം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. സമീപ ദിവസങ്ങളിൽ അസ്വാഭാവികമായ നീക്കങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഭീകരർക്ക് നിരീക്ഷണം ഉണ്ടായിരുന്നു. അവരോടൊപ്പമുള്ള മറ്റാരെങ്കിലും ഈ പ്രദേശത്ത് തന്നെ ഒളിച്ചിരുന്ന ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവർ നിരീക്ഷിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. ഇതെല്ലാം തന്നെ നാട്ടുകാരിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങൾ ഏറെ നിർണായകമാകും. അതിനായുള്ള ചോദ്യം ചെയ്യൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ നിലവിൽ തയ്യാറാക്കിയിരിക്കുന്ന രേഖാചിത്രങ്ങൾ, ഫോട്ടോകൾ ഇവയുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ ഭീകരരിലേക്ക് എത്തുന്നതിനുള്ള വിവരങ്ങളും ഈ നാട്ടുകാരിൽ നിന്ന് ലഭിക്കേണ്ടത് ഏറെ നിർണായകമാണ്. അത്തരത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാനമായി തന്നെ ഈ തെരച്ചിൽ നടപടികളിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ ഇത് വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിർണായക വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ലഭിച്ചിട്ടുണ്ട് ഇതിനകം തന്നെ എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുടർന്നുള്ള ചില നിർണായക വിവരങ്ങൾ കൂടി ഇനിയും ലഭിക്കേണ്ടതുണ്ട് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനായാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. തെരച്ചിൽ നടപടികളും പുരോഗമിക്കുകയാണ്. ഭീകരർ ഏറെ ദൂരം പോയിട്ടില്ല ഈ ആക്രമണം നടന്ന മേഖലയിൽ നിന്നും എന്നുമുള്ള നിഗമനം പോലീസിന് ഉണ്ട്. ഇതനുസരിച്ചുള്ള ഊർജിതമായ തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരച്ചിലിൽ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയും ഏജൻസികൾ, പ്രത്യേകിച്ച് CRPF ആണ് ഈ മേഖലയിൽ തെരച്ചിലിനായി കൂടുതലായി വിന്യസിച്ചിരിക്കുന്നത്, അവർക്ക് ഉണ്ട്. പോലീസുമായി ചേർന്ന് ഇത്തരം ലഭ്യമാകുന്ന വിവരങ്ങൾ CRPF കൈമാറുന്നുണ്ട്. ഒപ്പം ഈ ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകണം എന്നുള്ള ആവശ്യവും ശക്തമായി ഉയരുന്നുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഭീകരവാദ സാന്നിധ്യം ഉള്ളതായുള്ള റിപ്പോർട്ടുകൾ അത് രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറിയിരുന്നു. ഈ മേഖലകളിലെല്ലാം തന്നെ ജമ്മു
കശ്മീരിലെ ഭീകരവാദത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ അത് ഉൾപ്പെടെ ആലോചനയിലുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഭീകരവാദ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട 4 ഇടങ്ങളിൽ ഒരേ സമയം പോലീസ് ഉൾപ്പെടുന്ന സംയുക്ത സേന തെരച്ചിൽ നടത്തിയതും അതിനിടെ ഏറ്റുമുട്ടലുണ്ടായതും 3 ഇടങ്ങളിലാണ് ഇന്നലെ മാത്രം ഏറ്റുമുട്ടലുണ്ടായത്. രാത്രി തെരച്ചിൽ നടപടികൾ നടത്താൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ രാവിലെ ഈ ഓപ്പറേഷൻ പുനരാരംഭിക്കും എന്നാണ് ജമ്മുകശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ക്രിസ്റ്റീന. ശരി, കശ്മീർ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി ബൽറാം നെടുങ്ങാടി ശ്രീനഗറിൽ തുടരുകയാണ്. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന്. വാർത്താസംഘത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെ നമ്മൾ പോകുന്നതായിരിക്കും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി പഹൽഗാമിൽ നിന്ന് ചേരുകയാണ്. ബൽറാം പഹൽഗാമിൽ എത്തിച്ചേർന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ന് തുടർ ചോദ്യം ചെയ്യലുകൾ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ കനത്ത സുരക്ഷയാണല്ലോ ആ മേഖലയിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളുമാണ് നൽകിയിരിക്കുന്നത്? ക്രിസ്റ്റീന, ചോദ്യം ചെയ്യലും തെരച്ചിലും സമാന്തരമായി തന്നെ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് പഹൽഗാമിലാണ്. ഭീകരാക്രമണം നടന്ന ബൈസരൻ വാലി ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ പഹൽഗാം ആണ് ഈ ബൈസരൻ വാലി ആക്രമണം നടന്ന പ്രദേശത്തു നിന്നും വാഹനത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും അടുത്തുള്ള പ്രദേശം. നമ്മളിപ്പോൾ കാണുന്ന ഈ വഴിയിലൂടെ മുകളിലേക്ക് ഈ മനോഹരമായ താഴ്വര മുകളിൽ നമുക്ക് കാണാം. മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന മലനിരകൾ നമുക്ക് കാണാൻ കഴിയും. മുകളിൽ അത്രത്തോളം മനോഹരമായ കാഴ്ചകളുള്ള ബൈസരൻ വാലിയിലാണ് ഈ ഭീകര ആക്രമണം ഉണ്ടായത്. നമുക്ക് ഈ പെഹൽഗാം എന്ന പ്രദേശത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ വീക്ഷിക്കാം. അതീവ മനോഹരം. ഇത് പെഹൽഗാം അറിയപ്പെടുന്നത് ആട്ടിടയന്മാരുടെ താഴ്വര എന്നതാണ്. അത്രത്തോളം മനോഹരമായ ഒരു പ്രദേശം. ഈ പ്രധാനമായും പ്രദേശവാസികൾ തന്നെ താമസിക്കുന്ന കൃഷിയും ടൂറിസവും ഉപജീവന മാർഗമാക്കി ആട് വളർത്തലും ഒപ്പം തന്നെ പശുക്കളും കുതിരകളെയും വളർത്തി അത് ഉപജീവന മാർഗമാക്കി അത് ഉപയോഗിച്ച് തന്നെ ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് സൗകര്യമൊരുക്കി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത്. ഏതാണ്ട് പൂർണ്ണമായും ടൂറിസത്തെ ആശ്രയിച്ച് തന്നെ ജീവിക്കുന്നതാണ് ഇവിടുത്തെ ജനങ്ങൾ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ ഒപ്പം തന്നെ സൈനികരുടെയും വിന്യാസം ഈ പ്രദേശത്ത് ഉണ്ട്. സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും റോഡുകളിൽ പൂർണ്ണ തോതിലുള്ള നിരീക്ഷണം 24 മണിക്കൂറും നിരീക്ഷണമുണ്ട്. ഈ മേഖലയിലേക്കുള്ള വാഹനങ്ങൾ പരിശോധിച്ച് മാത്രമാണ് കടത്തിവിടുന്നത്. അത്രത്തോളം കനത്ത സുരക്ഷ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഒരുക്കി ചേർന്നിട്ടുണ്ട്. കൂടുതൽ സേനാ വിന്യാസം സ്ഥലത്ത് ഉണ്ട്. ഈ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് അനുസരിച്ച് കൂടുതൽ സൈനികരെ പ്രദേശത്തേക്ക് വിന്യസിച്ചു വരുന്നുണ്ട്. ഈ മനോഹരമായ താഴ്വര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ ആക്രമണം നടന്ന ബൈസറിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന വാഹനം എത്തിച്ചേരാൻ കഴിയുന്ന പ്രദേശമാണ് ഇവിടെ നിന്നാണ് ഈ ടൂറിസ്റ്റുകൾ കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ ആയി ഭൂരിഭാഗം പേരും കുതിരപ്പുറത്താണ് ഇവിടെ നിന്നും മുകളിലേക്ക് ഈ ബൈസരൻ വാലി എന്ന മനോഹരമായ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശത്തേക്ക് പോകുന്നത്. താഴെ മനോഹരമായ പുഴ അടക്കമുള്ള അതീവ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ മഞ്ഞു പുതച്ചു നിൽക്കുന്ന പർവ്വതങ്ങളുടെ പശ്ചാത്തലത്തിൽ. പച്ച പുൽത്തകിടികളും പൈൻമരങ്ങളും താഴെ പുഴയും നിറഞ്ഞതാണ് ഈ ഒരു പ്രദേശം. അത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്ത തരത്തിൽ മനോഹരമായ ഈ പ്രദേശം കഴിഞ്ഞ കുറെ മാസങ്ങളായി തന്നെ ടൂറിസ്റ്റുകളുടെ മുഖ്യ ആകർഷണമായി ജമ്മു കശ്മീരിൽ മാറിയിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതലായ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഭീകരർ ഈ ഒരു പ്രദേശം ലക്ഷ്യം വെച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഈ ഒരു പ്രദേശം ഒട്ടേറെ ഈ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും ഈ ഒരു പ്രദേശത്തിന് ഉണ്ട്. കാരണം പോലീസിന് ഒരു അപകടമുണ്ടായാൽ പോലീസിനോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ എത്തിച്ചേരാൻ ഏറെ സമയമെടുക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നിന്നും ഏതാണ്ട് 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിനിടെയുള്ള സമയം ഈ താഴ്വരയിൽ നിന്നും മുകളിലെ ബൈസരൻ വാലിയിൽ എത്തിച്ചേരാൻ എടുക്കും. കൂടാതെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഡ്യൂട്ടി ചേഞ്ചോ മറ്റോ
ഉണ്ടാകുന്ന സമയമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു സമയം ഉൾപ്പെടെ കണക്കാക്കുകയും ഒപ്പം തന്നെ ഈ ഒരു ഉച്ച സമയത്താണ് ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതലായി ഈ പ്രദേശത്ത് ഉണ്ടാകുക. രാവിലെ തന്നെ ഇവിടെ എത്തി മടങ്ങിയ ആളുകൾ വിശ്രമിക്കാനായി ഈ താൽക്കാലിക ടെന്റുകളിൽ ഉണ്ടാകും. സമാനമായി തന്നെ മുകളിലേക്ക് കയറിയെത്തിയ ആളുകളും ഭക്ഷണം കഴിക്കാനും മറ്റുമായി ഈ പ്രദേശത്ത് ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു സമയം തെരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തുണ്ടാകുന്ന ഒരു സമയം തന്നെ ആക്രമണത്തിനായി തെരഞ്ഞെടുക്കാൻ കാരണമായത് എന്നാണ് കണക്കാക്കുന്നത്. ഈ ആക്രമണം നടത്തിയ ഭീകരർ കൃത്യമായി തന്നെ പ്രദേശത്തിന്റെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ പെഹൽഗാമിലെ ഈ ബൈസരനിലുണ്ടായ ആക്രമണത്തിലും 2:30 ഭീകരവാദികൾ അവിടെ എത്തി ഈ ടൂറിസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് ഏതാണ്ട് 20 മിനിറ്റോളം ആണ് ഈ ഭീകരവാദികൾ ഇവിടെ തുടരെ ആക്രമണം നടത്തിയത്. ആളുകളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയുന്നു, അവരെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. തുടർന്ന് ഇതേ നടപടികൾ ഏതാണ്ട് 20 മിനിറ്റോളമാണ് അവർ അവിടെ നടത്തിയത്. ഒരു അതീവ ഭീകരമായ ക്രൂരമായ നടപടികളാണ് ഈ 20 മിനിറ്റ് ആ ബൈസരൻ എന്ന മനോഹരമായ താഴ്വരയിൽ ഉണ്ടായത്. ഇതെല്ലാം തന്നെ കൃത്യമായി തന്നെ വിവരം അറിഞ്ഞാൽ പോലും പോലീസിന് എത്താൻ സമയമെടുക്കും എന്നുള്ള കണക്കാക്കിയുള്ള നടപടിയായിരുന്നു. കാരണം പോലീസോ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഇവിടേക്ക് കയറ്റം കയറിയാണ് മുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ സമയമെടുക്കും. അതേസമയം ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ വനമേഖലയിലുള്ള താഴേക്ക് ഇറങ്ങി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അവർ തയ്യാറാക്കിയ പദ്ധതി. അതനുസരിച്ച് തന്നെയാണ് അവർ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ടതും. എന്നാൽ പോലീസ് ഇത്തരത്തിലുള്ള ഒരു നീക്കം മുൻകൂട്ടി കണ്ടറിഞ്ഞ് ആ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ മറ്റ് സുരക്ഷാ സൈനികരെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭീകരവാദികൾ ഇപ്പോഴും ഈ മേഖലയിൽ നിന്നും അധികം ദൂരെ പോയിട്ടില്ല. ഈ പ്രദേശത്ത് തന്നെയുള്ള ഒളിത്താവളത്തിൽ ഉണ്ടായിരിക്കാൻ ഇടയുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും നാട്ടുകാരിൽ നിന്നും ഈ ഒരു ആക്രമണം സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ ഏറെ നിർണായകമാകും. കാരണം പ്രാദേശിക സഹായം ഇല്ലാതെ ഇത്തരം ഒരു പ്രദേശത്ത് ആക്രമണം നടത്തുകയും വനമേഖലയിലൂടെ രക്ഷപ്പെടാനും ഈ ഭീകരവാദികൾക്ക് കഴിയില്ല എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ മേഖല ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മേഖലയാണ്, വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാദേശികമായി വഴികൾ ഉൾപ്പെടെയുള്ളവ അറിയുന്നതിന് പ്രദേശവാസികളുടെ സഹായം കൂടിയേ തീരൂ. ഈ ഭീകരരോടൊപ്പം 2 പ്രദേശവാസികളും ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ഇക്കാര്യത്തിൽ ഏറെ നിർണായകമായിട്ടുണ്ട്. ഈ അന്വേഷണം ഇപ്പോഴും ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. 100-ലേറെ പേരെ ഒറ്റ ദിവസത്തിനകം തന്നെ ചോദ്യം ചെയ്തു. ഇന്നും ആ ചോദ്യം ചെയ്യൽ തുടരും. ഈ നാട്ടുകാരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഓരോ വിവരവും അത് ഏറെ നിർണായകമാണ് എന്ന് തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത്. അതിനായി ഏറെ സൂക്ഷ്മതയോടെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും പൂർണ്ണ സഹകരണം ഈ അന്വേഷണത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. കാരണം ഈ ആക്രമണം ഏറ്റവും വലിയ ആഘാതമുണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയിൽ തന്നെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വിനോദസഞ്ചാരമാണ് ഈ മേഖലയിലെ മുഖ്യ വരുമാന മാർഗം. ഇവിടുത്തെ സാധാരണക്കാർ, ഹോട്ടൽ ഉടമകൾ അല്ലെങ്കിൽ കുതിര സവാരിക്കാർ ഈ വിനോദസഞ്ചാരികളെ കുതിരപ്പുറത്ത് കയറ്റി അവരെ മറ്റ് ഈ മലമുകളിലേക്ക് ബൈസരൻ അടക്കമുള്ള മനോഹരമായ താഴ്വരകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ വരുമാന മാർഗം. ഇവരെയെല്ലാം തന്നെ വലിയ ആഘാതം ഇതുണ്ടാക്കിയിരിക്കുന്നു. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഏതാണ്ട് 4 മാസം പൂർണ്ണമായും മഞ്ഞുമൂടി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പലപ്പോഴും വിനോദസഞ്ചാരികൾക്ക് എന്നല്ല പുറമെ നിന്നുള്ള ആളുകൾക്ക് പോലും എത്തിച്ചേരാൻ പ്രയാസമുള്ള സ്ഥലമാണ്. എന്നാൽ മറ്റ് ഏതാണ്ട് 4.5 മാസത്തോളം മാത്രമാണ് ഇവിടെ സീസൺ ഉള്ളത്. ആ സീസൺ ഏപ്രിൽ ആരംഭിച്ച് ഏപ്രിൽ അവസാനത്തോടെ ഈ ആക്രമണം ഉണ്ടായതോടെ ഈ സീസൺ പൂർണ്ണമായും ആളുകൾ ഇനി എത്താൻ സാധ്യതയില്ലാത്ത ഒരു ഭീതി നിറഞ്ഞ സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു. ഭൂമിയിലെ തന്നെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നെന്നറിയപ്പെടുന്നതാണ് പഹൽഗാം. 3 പതിറ്റാണ്ട് മുമ്പ് നോർവീജിയൻ വിനോദസഞ്ചാരി ഹാൻസ് ക്രിസ്ത്യൻ ഓസ്ട്രോയെ അൽഫറാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും ഈ മേഖലയിലാണ്. അതിനുശേഷം നിരവധി ആക്രമണങ്ങൾ ഉണ്ടായി. പിന്നീട് മുഖം മിനുക്കി വിനോദസഞ്ചാരികൾ ഒരു ഭയവുമില്ലാതെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഭീകരാക്രമണം. ഏതായാലും ഇന്നും ചോദ്യം ചെയ്യലുകൾ തുടരും. കനത്ത ജാഗ്രതയിലാണ് മേഖല.
ബൽറാം നെടുങ്ങാടിയാണ് പഹൽഗാമിൽ നിന്ന് നേരിട്ട് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ നയതന്ത്ര ബന്ധം പരിമിതപ്പെടുത്തിയതിനു പിന്നാലെ അടിയന്തര യോഗം വിളിച്ചു പാകിസ്ഥാൻ. പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ദേശീയ സുരക്ഷാ സമിതി ചേരും. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ പ്രകോപന പ്രസ്താവനയുമായി പാക് IT മന്ത്രി അസ്മാ സയ്യിദ് ബുഖാരി രംഗത്തെത്തി. അഭിനന്ദൻ വർദ്ധമാൻ സംഭവം ഓർമ്മിപ്പിച്ച് മന്ത്രി അസ്മാ സയ്യിദ് ബുഖാരി അന്ന് അഭിനന്ദിനെ ചായ കൊടുത്തു പറഞ്ഞുവിട്ടു. ഇനി അതുണ്ടാകില്ല. ഇന്ത്യയിൽ നിന്നുള്ള ഏത് ആക്രമണവും നേരിടാൻ തയ്യാറാണെന്നും മന്ത്രി പറഞ്ഞു. मैं तो सिर्फ इतना कहना चाहती हूँ कि हमारी चाय है बहुत अच्छी, लेकिन हम हर दफा नहीं पिलाया करते. ये एक आधी दफा कोई मेहमान आए तो उसको चाय पिला देते हैं, लेकिन उसके बाद अगर मेहमान ज्यादा जो है वो मस्ती करने की कोशिश करे तो फिर उसको जवाब देना. पिछली दफा हमने चाय, जैसे मैंने कहा, पिला के भेजी थी. इस दफा हमसे इतनी शायद मुरव्वत जो है वो ना हो सके. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം നാളെ എറണാകുളം റിനൈ മെഡ്സിറ്റി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. കൊച്ചിയിൽ നിന്ന് ചേരുന്നത് YS അഭിനന്ദാണ് കൂടുതൽ വിവരങ്ങളുമായി. അഭിനന്ദ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. മകളുടെ മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നു. ഒടുവിൽ നാടൊന്നാകെ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിലെത്തുന്നു. ആ മൃതദേഹം ഏറ്റുവാങ്ങുന്നു. ഇപ്പോൾ റിനൈ മെഡ്സിറ്റി ആശുപത്രിയിലെ മോർച്ചറിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. നാളെയാണ് സംസ്കാരം. ഈ പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഏത് രീതിയിലാണ് നടത്തിയിരിക്കുന്നത്? ക്രിസ്ത്യന പകൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചത്. പിന്നാലെ മൃതദേഹം മോർച്ചറിയിൽ എത്തിക്കുകയായിരുന്നു. പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ആയിരങ്ങളായിരുന്നു അന്തിമോപചാരം അർപ്പിക്കുവാനായിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനും പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലും എത്തിയത്. രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു എല്ലാവരുമായിട്ടും വലിയ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പാലാരിവട്ടത്തെ ഈ വീട്ടിൽ നിന്ന് മാമംഗലത്തെ ഈ മോഡേൺ ബ്രിഡിന് സമീപത്തെ മങ്ങാട്ട് നീരാഞ്ജനത്തിൽ നിന്നും കശ്മീരിലേക്ക് പോകുന്ന വിഷു ആഘോഷിക്കാനെത്തിയതായിരുന്നു മകൾ. വിഷു ആഘോഷിക്കാനെത്തിയ മകളുടെയും പേരക്കുട്ടികൾക്കുമൊപ്പം ആദ്യം ഹൈദരാബാദിൽ പോകുന്നു. ഹൈദരാബാദിലെ ബന്ധു വീട്ടിൽ സന്ദർശിച്ച ശേഷമാണ് കശ്മീരിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കുടുംബവുമൊത്ത് രാമചന്ദ്രൻ പോകുന്നത്. അവിടെ വെച്ചാണ് ഈ സൗന്ദര്യം ആസ്വദിച്ചിരിക്കുന്ന ഈ വേളയിലാണ് ഇത്തരത്തിലേക്ക് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിലൊക്കെ 27 പേർ മരിച്ചു എന്ന് കേട്ടപ്പോൾ നമുക്ക് മലയാളി ഉണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. അങ്ങനെയാണ് ഏതാണ്ട് 9 മണിയോടുകൂടി കൊച്ചി സ്വദേശിയായ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ നടുക്കത്തിലാണ് കൊച്ചിക്കാർ മുഴുവനും. കാരണം കൊച്ചിയെ സംബന്ധിച്ചോളം 5 വർഷം മുമ്പാണ് അദ്ദേഹം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കൊച്ചിയിലെത്തുന്നത്. അതിനുശേഷം പലതരത്തിലുള്ള പൊതുപ്രവർത്തനത്തിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു. ഇവിടെ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളിലുമൊക്കെ തന്നെ നേരിട്ടിടപെട്ട് എല്ലാവരുടെ ധൈര്യത്തോടു കൂടി നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു ആൾ കൂടിയാണ് രാമചന്ദ്രൻ. അതുകൊണ്ട് രാമചന്ദ്രൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ തന്നെ ഇവിടെ ആളുകൾ ഇപ്പോൾ എത്തുന്നുണ്ട്. കുടുംബം സുരക്ഷിതമായി തന്നെ കാശ്മീരിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇന്നലെ ഇവിടെ കുടുംബം തിരിച്ച് എത്തുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും ഭാര്യ അറിഞ്ഞിട്ടില്ല. ഭാര്യയോട് ഇക്കാര്യം നേരത്തെ അറിയിച്ചതിന് ശേഷം ഇപ്പോൾ വലിയ വിഷമത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലേക്ക് കുടുംബവും നാടും ഒന്നാകെ വലിയ സങ്കടത്തിലാക്കിക്കൊണ്ട് സങ്കടക്കടലാക്കിക്കൊണ്ടുള്ള കാര്യമാണ് പറയുന്നത്. ഈ വഴി കൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വഴിയിലൂടെയാണ് കാശ്മീരിലേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടുന്ന് കുടുംബവുമായിട്ട് പോകുന്നത്. ഇപ്പോൾ നാളെ അത് ചേതനയേറ്റ ശരീരമായി മുന്നോട്ട് വരുമ്പോൾ അത് വലിയ നടുക്കത്തിലാണ് ഇപ്പോഴും നാട്ടുകാരെല്ലാം. പ്രദേശവാസികളും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. നാളെ രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷം ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുവരും. മങ്ങാട്ട് നീരഞ്ജനം വീട്ടിലേക്ക് കൊണ്ടുവരും. പിന്നീട് ഏതാണ്ട് 3:30 ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കുക. ഇന്നലെ തന്നെ ഒരു രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയൊരു നിര തന്നെ ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ഒപ്പം തന്നെ ഈ ജില്ലയിലുള്ള മുഴുവൻ MLA-മാർ, MP-മാർ, മന്ത്രി P. പ്രസാദാണ് സർക്കാരിന് വേണ്ടി അന്തിമോപചാരം അർപ്പിച്ചത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇന്നലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. KPCC പ്രസിഡന്റ് K. സുധാകരൻ പാലാരിവട്ടം റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത്. അത്രമാത്രം രാഷ്ട്രീയ രംഗത്ത് എല്ലാവരുമായിട്ടും വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടിയാണ്. അത്രമേൽ യാത്രകളെ വല്ലാണ്ട് സ്നേഹിക്കുന്ന ഒരാൾ കൂടിയാണ്. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് കാശ്മീരിലേക്ക് യാത്ര പോകുന്നതിന് മുൻപ് ഇവിടുത്തെ അയൽവാസികളുമായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടും ഒക്കെ സംസാരിച്ചതിന് ശേഷമാണ് കാശ്മീരിലേക്ക് പോകുന്നത്. അപ്പം അത്തരത്തിലേക്ക് അവിടെ എത്തിയിട്ട് ചൊവ്വാഴ്ച അവിടെ എത്തിയതിനു ശേഷവും പലരുമായി ഫോണിൽ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. ഇത്തരത്തിലേക്ക്
പാക് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ നഷ്ടമാണ് ഇടപ്പള്ളിക്കാർക്കിടയിൽ, കൊച്ചിക്കാർക്കിടയിൽ, അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നവർക്കിടയിൽ, ബന്ധുക്കൾക്കിടയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൃഷ്ണ, എന്തായാലും നാളെ 3:30 ഇടപ്പള്ളി ശ്മശാനത്തിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. ശരി, കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു YS അഭിനന്ദ്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന മലയാളി യുവാവിന് മോചനം. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിൻ കുര്യനെ വിട്ടയച്ചു. മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും ജെയിൻ കുര്യനെ ഡൽഹിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഒടുവിൽ ജെയിൻ കുര്യന് മോചനമായിരിക്കുന്നു. അദ്ദേഹം ബന്ധുക്കളുമായി സംസാരിച്ചു എന്നാണല്ലോ നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്? എപ്പോൾ നാട്ടിലേക്ക് എത്തും? ക്രിസ്tina, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഡൽഹിയിൽ ഈ ജെയിൻ കുര്യൻ എത്തിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂരിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഡൽഹിയിൽ എത്തിയ ശേഷം ബന്ധുക്കളുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു ജെയിൻ കുര്യൻ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി യുദ്ധമുഖത്ത് നിന്ന് പരിക്കേൽക്കുകയും പിന്നീട് മോസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു ജെയിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് യുദ്ധമുഖത്ത് തന്നെ ഈ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. തൃശൂർ സ്വദേശിയാണ് ബിനിൽ കൊല്ലപ്പെട്ടതിന് ശേഷം വീണ്ടും യുദ്ധമുഖത്തേക്ക് ജെയിനെ കൊണ്ടുപോകാനുള്ള ഒരു നീക്കവും ആ നീക്കം വിശദീകരിച്ചുകൊണ്ട് ജെയിൻ പുറത്തുവിട്ട വീഡിയോയും എല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. നമുക്ക് തന്നെ അദ്ദേഹം, അതായത് തന്റെ ദുരിതം വിവരിച്ചുകൊണ്ടൊരു വീഡിയോ സന്ദേശം അയച്ചു തന്നതാണ്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഈ മോചനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി റഷ്യൻ സന്ദർശിച്ച ശേഷം ഈ യുദ്ധമുഖത്ത് കുടുങ്ങിയ ആളുകളെ വിട്ടയക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചിരുന്നുവെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ ഈ ജെയിന്റെ മോചനം മാത്രം സാധ്യമായിരുന്നില്ല. ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ച് ജെയിനും ഒപ്പം കുടുംബവും രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജെയിൻ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന ആശ്വാസകരമായ വാർത്തയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ വരുന്നത്. കൃഷ്ണ, ശരി, ആശ്വാസമുള്ള വാർത്തയാണ്. തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ നിന്ന് മോചിതനായി ഡൽഹിയിലെത്തിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്ന്. പാലക്കാട് മണ്ണാർക്കാട് വൻ ചന്ദനവേട്ട. കാറിൽ കടത്തുകയായിരുന്ന 64 കിലോ ചന്ദനമുട്ടികൾ പോലീസ് പിടികൂടി. സംഭവത്തിൽ പള്ളിക്കുന്ന് സ്വദേശി മുഹമ്മദ് നിസാർ പിടിയിലായിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? മണ്ണാർക്കാട് ബംഗ്ലാംകുന്ന് പരിസരത്ത് ഇന്നലെ ഏതാണ്ട് 1 മണിയോടെ മണ്ണാർക്കാട് CI നടത്തിയ ഒരു പരിശോധനയിലാണ്, വാഹന പരിശോധനയാണ് കാറിൽ കടത്തുകയായിരുന്ന ചന്ദനമുട്ടികൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കാറിന്റെ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതിയെ എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ മുഹമ്മദ് എന്നയാൾ സ്ഥിരമായി ഇത്തരത്തിലുള്ള ചന്ദന കടത്തുകൾ നടത്തുന്ന ആളാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ്. മറയൂരിൽ നിന്നാണ് ചന്ദനം ഇവിടേക്ക് മണ്ണാർക്കാട്ടേക്ക് കൊണ്ടുവന്നത്. വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച ശേഷം പിന്നീട് ചില്ലറ വിൽപ്പനക്കാർക്ക് അല്ലെങ്കിൽ മലപ്പുറത്തുള്ള മറ്റൊരു സംഘത്തിന് വിൽക്കുകയായിരുന്നു ലക്ഷ്യമെന്നും പറയുന്നു. എന്തായാലും ഇയാളെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. FIR ഇന്ന് രാവിലെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റീന, ശരി, പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത് ശ്രീകുമാരനാണ്. തിരുവനന്തപുരം വർക്കലയിൽ സ്ത്രീയെ കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുത്താന ചരുവിള വീട്ടിൽ സുശീലയാണ് മരിച്ചത്. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അജീഷ്, ഇവര് കിണറ്റിലേക്ക് കാൽവഴുതി വീണതാണോ അതോ ഒരു ആത്മഹത്യയാണോ? അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനം ഉണ്ടായിട്ടുണ്ടോ? പോലീസ് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല. 67 വയസ്സുണ്ട് സുശീലയ്ക്ക്. ഇവരുടെ വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന കിണറിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വർക്കല ഫയർഫോഴ്സ് എത്തിയായിരുന്നു ഈ മൃതദേഹം കരക്കെത്തിച്ചത്. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ കാൽ വഴുതി വീണതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്നലെ ഏതാണ്ട് 10 മണിയോടെ അടുപ്പിച്ചാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. വർക്കല പോലീസ് എന്തായാലും അസ്വാഭാവിക മരണത്തിൽ കേസെടുത്തിട്ടുണ്ട്. ശരി, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മോർണിംഗ് ന്യൂസിൽ കൂടുതൽ വാർത്തകളിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങൾ. ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ വരെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മൃതദേഹം സൂക്ഷിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം ലോക നേതാക്കൾ ശനിയാഴ്ച നടക്കുന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കും. മാർപ്പാപ്പയുടെ വിയോഗത്തിന് പിന്നാലെ ഇട്ട അനുശോചന സന്ദേശം ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ നിന്ന് പിൻവലിച്ചു. ശാന്തമായി വിശ്രമിക്കൂ, പാപ്പയുടെ ഓർമ്മ അനുഗ്രഹമായി തീരട്ടെ എന്ന പോസ്റ്റാണ് പിൻവലിച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതുവരെ പൊതുപ്രസ്താവന നടത്തിയിട്ടില്ല.
CPI ദേശീയ കൌൺസിൽ ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട കരട് രാഷ്ട്രീയ പ്രമേയം സംബന്ധിച്ച ചർച്ചകളാണ് മുഖ്യ അജണ്ട. ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പല്ലവ് സെൻഗുപ്ത രാഷ്ട്രീയ പ്രമേയം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കും. ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് ഒരു ടേം കൂടി പദവിയിൽ തുടരുന്നതിനായി പ്രായപരിധിയിൽ ഇളവ് നൽകണമെന്ന നിർദ്ദേശവും ദേശീയ എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ചേക്കും. ഇന്നലെ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് ഈ നിർദ്ദേശം പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരുന്നു. ഇനി മലപ്പുറത്തുണ്ടായ ഒരു അപകട വാർത്തയിലേക്കാണ്. വേങ്ങരയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. കോട്ടക്കൽ ഇന്ത്യന്നൂർ സ്വദേശി ജാസിം അലി, ഇരിങ്ങല്ലൂർ സ്വദേശി ശരത് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. സമീർ, എപ്പോഴായിരുന്നു ഈ അപകടം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രാത്രി 12 മണിയോടെയാണ് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് പാലാണിയിൽ വാഹനാപകടം ഉണ്ടാകുന്നത്. കോഴി കയറ്റി വന്ന ലോറിയുമായി സ്കൂട്ടർ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കോട്ടക്കൽ ഇന്ത്യന്നൂർ സ്വദേശി കൈതവളപ്പിൽ ജാസിം അലി എന്ന 19-കാരനും ഇരിങ്ങല്ലൂർ കുറ്റിത്തറ സ്വദേശി കരുന്നിക്കാട്ടിൽ ബാബു സുബ്രഹ്മണ്യന്റെ മകൻ ശരത്ത് എന്ന് പറയുന്ന 20-കാരനുമാണ് മരിച്ചിരിക്കുന്നത്. ഇവരുടെ മൃതദേഹമുള്ളത് കോട്ടക്കൽ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലാണ്. ഇരിങ്ങല്ലൂർ സ്വദേശി ഒളിയാഞ്ചേരി ഉണ്ണികൃഷ്ണന്റെ മകൻ ജിതിൻ എന്ന് പറയുന്ന 19-കാരൻ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവർ സ്കൂട്ടറിലായിരുന്നു സഞ്ചരിച്ചത് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. വേങ്ങര പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ശരി, സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ സ്വദേശി വിരാജ്പേട്ടയിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ തോട്ടമുടമയായ ചിറക്കൽ സ്വദേശി കൊയിലി പ്രദീപിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയത് ബി ഷെട്ടിഗേരിയിലെ കാപ്പിത്തോട്ടത്തിലെ വീട്ടിലാണ്. കണ്ണൂർ കൊയിലി ആശുപത്രി സ്ഥാപകൻ ഭാസ്കരന്റെ മകനാണ് പ്രദീപ്. തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാരച്ചെടി കടയിലെ ജീവനക്കാരി വിനീതയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രൻ കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലവും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നതിനായി കന്യാകുമാരി, തിരുവനന്തപുരം ജില്ലാ കളക്ടർമാരുടെ അടക്കമുള്ള 7 റിപ്പോർട്ടുകളാണ് കോടതി വിളിച്ചുവരുത്തി പരിശോധിച്ചിരുന്നത്. പ്രതി കൊടും കുറ്റവാളിയെന്നായിരുന്നു തമിഴ്നാട്ടിലെ രാജേന്ദ്രൻ നടത്തിയ 3 കൊലപാതകങ്ങൾ ഉയർത്തി പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ചെയ്യാത്ത കുറ്റത്തിന് പശ്ചാത്താപമില്ലെന്നും ഉന്നത കോടതികളെ സമീപിക്കുമെന്നായിരുന്നു പ്രതി രാജേന്ദ്രൻ കോടതിയെ അറിയിച്ചത്. 2022 ഫെബ്രുവരി 6 സമ്പൂർണ്ണ ലോക്ഡൌൺ കാലത്ത് 4.5 പവന്റെ മാല മോഷ്ടിക്കാനായിരുന്നു കൊലപാതകം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാർ ഉൾപ്പെടെ 5 പേർക്ക് എക്സൈസ് നോട്ടീസ് അയച്ചു. നടന്മാരായ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ എന്നിവർക്ക് പുറമെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്ക് കൂടി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൊച്ചിയിലെ ഒരു മോഡൽ, മുൻ ബിഗ് ബോസ് താരം എന്നിവർക്കും നോട്ടീസ് നൽകി. ഈ 3 പേരുമായും തസ്ലിമ സുൽത്താന സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി കണ്ടെത്തി. എന്തിനുവേണ്ടിയാണ് പണമിടപാട് നടത്തിയതെന്നതിൽ വ്യക്തത വരുത്താനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്. തിങ്കളാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. പ്രതികൾ 3 പേരെയും ഇന്നലെ എറണാകുളത്ത് ഇവർ താമസിച്ച 2 ഹോട്ടലുകളിലും സുഹൃത്തിന്റെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന പ്രതികളെ ഇന്ന് ഉച്ചകഴിഞ്ഞ് കോടതിയിൽ ഹാജരാക്കും. പ്രതി തസ്ലിമ സുൽത്താനയുടെ ഫോണിൽ നിന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെ കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചുവെന്നാണ് എക്സൈസിന്റെ വിലയിരുത്തൽ. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡി കാലാവധി നീട്ടാനും എക്സൈസ് അപേക്ഷ നൽകിയേക്കും. സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാവർക്കർമാരുടെ സമരം 74-ാം ദിവസത്തിലേക്കും നിരാഹാര സമരം 36-ാം ദിവസത്തിലേക്കും കടന്നു. മെയ് 5-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജൂൺ 17-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന ആശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്കായി ജില്ലകളിൽ തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങി. അതത് സ്ഥലങ്ങളിൽ ആശാപ്രവർത്തകരെ എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ജാഥയ്ക്ക് മുന്നോടിയായി എല്ലാ ജില്ലകളിലും സ്വാഗത സംഘങ്ങൾ രൂപീകരിക്കും. മെയ് 1 തൊഴിലാളി ദിനത്തിന് സെക്രട്ടേറിയറ്റ് നടയിലാണ് യാത്രയുടെ ഫ്ളാഗ് ഓഫ്. മുതലപ്പുഴയിലെ പ്രതിസന്ധി സമവായത്തിലേക്ക് പൊഴി പൂർണ്ണമായും മുറിക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മത്സ്യത്തൊഴിലാളികളും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കായൽ തീരത്ത് വെള്ളം കയറി ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതം കണക്കിലെടുത്താണ് നടപടി. കൂടാതെ അഴിമുഖത്ത് കുന്നുകൂടി കിടക്കുന്ന മണൽ കൂടുതൽ എക്സ്കവേറ്ററുകൾ എത്തിച്ച് നീക്കം ചെയ്യാനും പ്രവൃത്തിയുടെ വേഗം കൂട്ടാനും ധാരണയായിട്ടുണ്ട്. മണൽ പൂർണ്ണമായും നീക്കുന്നതിനായി കണ്ണൂർ അഴീക്കലിൽ നിന്ന് ചന്ദ്രഗിരി ഡ്രഡ്ജർ വെള്ളിയാഴ്ചയോടെ മുതലപ്പുഴയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കൂറ്റൻ ഡ്രഡ്ജർ എത്തിച്ച് മണൽ നീക്കം കാര്യക്ഷമമാണോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കൂവെന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട്. മണൽ അടിഞ്ഞ് മുതലപ്പുഴ വഴിയുള്ള മത്സ്യബന്ധനം നിലച്ചിട്ട് ഇന്ന് 15 ദിവസം പിന്നിടുകയാണ്.
24 കണക്റ്റിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും 100 ഭവന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന എറണാകുളം ജില്ലയിലെ 10ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. ചോറ്റാനിക്കര സ്വദേശികളായ വിജയൻ ഗീത ദമ്പതികൾക്കാണ് വീടൊരുങ്ങുന്നത്. ജില്ലയിൽ മറ്റൊരു കുടുംബത്തിന് കൂടി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. വിജയന്റെയും കുടുംബത്തിന്റെയും ദുരിതപൂർണമായ ജീവിതത്തിന് ഇത് നൽകുന്ന ആശ്വാസം ചെറുതല്ല. വളരെ കഷ്ടപ്പെട്ടായിരുന്നു. ഒറ്റ മുറിയിലായിരുന്നു ഞങ്ങൾ 3 പേരും കഴിഞ്ഞിരുന്നത്. വളരെ സങ്കടകരമായ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അതിൽ വീട് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. 24-നോടും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും ബേബി ആചാര്യോടും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സന്തോഷമുണ്ട് വീട് കിട്ടിയതിൽ. പ്രായപൂർത്തിയായ മകൾക്കൊപ്പം ഒറ്റമുറി വീട്ടിലെ ജീവിതം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അതിനിടെ ഇവരുടെ ജീവിതം തിരിച്ചറിഞ്ഞ് സഹായവുമായി എത്തിയത് പൊതുപ്രവർത്തകൻ ജോൺസൺ. അദ്ദേഹത്തിന് ഒറ്റമുറിയിൽ നിന്ന് സുരക്ഷിതമായ ഒരു വീട്ടിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആരംഭമാണ് കുറിച്ചിരിക്കുന്നത്. ഇവിടെ കൂടിയിരിക്കുന്ന ട്രസ്റ്റിലെ എല്ലാ അംഗങ്ങളെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. ഞങ്ങൾക്ക് വീട് അനുവദിച്ചു തന്ന 24-നോടും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടും മെത്രാൻ ബേബി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ചടങ്ങിൽ അയൽക്കാരും ജനപ്രതിനിധികളും ബന്ധുക്കളും ഭാഗമായി. 24 കൊച്ചി. കോഴിക്കോട് കുതിരവട്ടം സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ രോഗിക്ക് മരുന്ന് മാറി നൽകിയതായി പരാതി. രാമനാട്ടുകര സ്വദേശിനി നൽകിയ പരാതിയിൽ ഫാർമസിസ്റ്റിനെതിരെ കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു. ആരോപണ വിധേയയായ ആരോഗ്യ പ്രവർത്തക ഇപ്പോഴും ജോലിയിൽ തുടരുന്നതായും പരാതിയുണ്ട്. കഴിഞ്ഞ ഡിസംബർ 12-നാണ് രാമനാട്ടുകര സ്വദേശിനിയായ സ്ത്രീക്ക് ഡോക്ടർ എഴുതി നൽകിയ മരുന്നിന് പകരം മറ്റൊരു മരുന്ന് ഫാർമസിസ്റ്റ് നൽകുന്നത്. എൻ്റെ അമ്മ ഡിപ്രഷൻ സംബന്ധമായിട്ടുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്. അവർ തന്ന മരുന്ന് നമ്മൾ വാങ്ങിച്ചു. നമ്മൾ എന്തായാലും ഒത്തു നോക്കുന്നില്ല. നമ്മൾ അവരോടുള്ള ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളത് കൊണ്ടുവന്നു. ആ മരുന്ന് കഴിച്ചു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം ആൾ കുഴഞ്ഞു വീണു. സ്ട്രോക്ക് സംബന്ധമായിട്ടുള്ള സിംറ്റംസ് ആൾ കാണിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ശരീരം മൊത്തം തണുപ്പ് കയറി ഒരു കംപ്ലീറ്റ് സ്ട്രോക്ക് വന്ന പോലത്തെ സിംറ്റംസ് തന്നെ കാണിക്കാൻ തുടങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് തോന്നിയ സംശയമാണ് സംഭവത്തിന്റെ ചുരുളഴിച്ചതെന്ന് മകൾ അശ്വതി പറയുന്നു. CT എല്ലാം റിസൾട്ട് വന്നപ്പോൾ അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു പേഷ്യൻ്റ് വല്ല മരുന്നും മാറി കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് ആ സമയത്ത് അറിയുന്നില്ല. പ്രിസ്ക്രിപ്ഷനും അവർ തന്നിട്ടുള്ള അന്നത്തെ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഫാർമസിസ്റ്റ് തന്ന മെഡിസിനും തമ്മിൽ വളരെ ഡിഫറൻസ് ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലായത്. എസിറ്റലോപ്രം എന്ന് പറഞ്ഞ മരുന്നാണ് സാധാരണ അമ്മ കഴിക്കാറ്. അവർ ഒലാൻസപ്പി എന്ന് പറഞ്ഞൊരു മരുന്നാണ് മാറി തന്നത്. ആശുപത്രി അധികൃതർക്ക് നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. ഇതോടെ കുന്നമംഗലം കോടതിയിൽ പരാതി നൽകി. ഇതിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് മെഡിക്കൽ കോളേജ് ACPയോട് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയത്. കുടുംബം ആരോഗ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ആരോപണ വിധേയയായ ഫാർമസിസ്റ്റ് ഇപ്പോഴും കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു. 24 കോഴിക്കോട്. ഇനി സ്പോർട്സ് വാർത്തകളാണ്. IPL-ൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. ബംഗളൂരുവിന് വീണ്ടും ഒരു ചിന്നസ്വാമി ചലഞ്ച്. ലോകത്തെ ഏത് ഗെയിമിലും ഹോം ഗ്രൗണ്ടിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുന്നത് ടീമുകൾക്ക് ആനുകൂല്യമെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് മറിച്ചാണ്. സ്വന്തം തട്ടകത്തിലെത്തിയാൽ RCB കളി മറക്കും. ഈ സീസണിൽ എതിരാളികളുടെ മൈതാനത്തെ 5 കളിയും ജയിച്ച ബംഗളൂരു പക്ഷേ ചിന്നസ്വാമിയിലെ 3-ലും അന്തസ്സായി തോറ്റു. തോൽവിയുടെ ഘോഷയാത്രയുമായി വരുന്ന രാജസ്ഥാൻ റോയൽസിനെതിരെയെങ്കിലും ഹോം ഗ്രൗണ്ട് ശാപം മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് രജത് പാട്ടീദാറും സംഘവും. പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താൻ ജീവൻ മരണ പോരാട്ടമാണ് രാജസ്ഥാൻ റോയൽസിന്. 8-ൽ 6 കളിയും തോറ്റ രാജസ്ഥാന് ശേഷിക്കുന്ന 6-ലും ജയിച്ചാലേ സാധ്യതകളുള്ളൂ. ഫിനിഷിംഗിലെ പോരായ്മയാണ് രാജസ്ഥാന്റെ പ്രശ്നം. കഴിഞ്ഞ 2 മത്സരങ്ങളിലും കയ്യിലിരുന്ന കളി അവസാന ഓവറിൽ കളഞ്ഞു കുളിച്ചു. പരിക്കുമൂലം നായകൻ സഞ്ജു സാംസണ് ഇന്നും കളിക്കാനാവാത്തതും രാജസ്ഥാന് കനത്ത തിരിച്ചടിയാണ്. സ്പോർട്സ് ഡെസ്ക് 24. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ രമേശ് തെണ്ടുൽക്കർക്ക് ഇന്ന് 52-ാം പിറന്നാൾ. മാസ്റ്റർ ബ്ലാസ്റ്ററെ പിറന്നാൾ ആശംസകളാൽ മൂടുകയാണ് ക്രിക്കറ്റ് ലോകവും ആരാധകരും. Just an amazing atmosphere here. Boy, you can hear the crowd. ഈ ചാൻസിന് അധികം പഴക്കമൊന്നുമില്ല. വെറും 1.5 മാസം മുമ്പുള്ളത്. ഇനിയൊരു 50 കൊല്ലം കഴിഞ്ഞ് അയാൾ മൈതാനത്തെത്തിയാലും തൊണ്ട പൊട്ടുമാറും വിധം
നമ്മൾ ഇതുപോലെ ആർത്തുവിളിക്കും. സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. പരിചയപ്പെടുത്തലുകളോ വിശേഷണങ്ങളോ ആവശ്യമില്ലാതെ ഇന്ത്യയിൽ ഏറ്റവും സുപരിചിതമായ പേര്. 22 വാരയ്ക്കകത്തെ 24 വർഷം നീണ്ട രാജ്യാന്തര കരിയറിൽ ഏറ്റവും ഉയർന്ന റൺമല കെട്ടിപ്പടുത്തം, സെഞ്ചുറികളിൽ സെഞ്ചുറി തികച്ചും മറ്റൊരു താരത്തിനും ഇനിയൊരിക്കലും ഒരുപക്ഷെ നേടാനാവാത്ത അത്രയും റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ചെയ്ത ക്രിക്കറ്റ് ജീനിയസ്. അതിനെല്ലാം അപ്പുറം നമ്മുടെയൊക്കെ സന്തോഷത്തിൻ്റെ നല്ല ഓർമ്മകളുടെ കാരണക്കാരൻ. സ്കൂൾ ക്രിക്കറ്റിലൂടെ ശ്രദ്ധേയനായി സച്ചിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ പ്രായം വെറും 16. അദ്ഭുത ബാലൻ ടീമിന്റെ നെടുന്തൂണായി മാറാൻ അധികകാലമൊന്നും വേണ്ടി വന്നില്ല. സച്ചിൻ ക്രീസിൽ പൂത്തുലഞ്ഞപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനത് വസന്തകാലമായി. ഒടുവിൽ 2013 നവംബർ 16 അയാൾ പാടഴിച്ചു. വാങ്കഡയിൽ സച്ചിൻ കണ്ണു നിറഞ്ഞു നിന്നപ്പോൾ ലോകമെമ്പാടുമുള്ള ആരാധകരും കൂടെ കരഞ്ഞു. 2 പതിറ്റാണ്ടിനപ്പുറവും സച്ചിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാസ്റ്റേഴ്സ് ലീഗിലെ പ്രകടനം അതിന് സാക്ഷ്യം. പ്രിയപ്പെട്ട സച്ചിന്, മാസ്റ്റർ ബ്ലാസ്റ്റർക്ക്, ക്രിക്കറ്റ് ദൈവത്തിന് 24ന്റെ പിറന്നാൾ ആശംസകൾ. സ്പോർട്സ് ഡെസ്ക് 24. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. അതിൽ ഒന്ന്, മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട് ലീഗ് നേതാക്കളെ കാണാൻ ഒരുങ്ങുകയാണ് PV അൻവർ. ലീഗ് നേതാക്കളോട് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടുണ്ട്. TMCയെ മുന്നണിയിലെടുക്കുന്ന കാര്യം UDFൽ ചർച്ച ചെയ്യാമെന്ന് കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൂടിക്കാഴ്ച എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു സമവായത്തിലേക്കും ഒരു തീരുമാനത്തിലേക്കും ഒക്കെ പോവുക? ക്രിസ്റ്റീന, ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളെ കൂടി കാണാൻ വേണ്ടി PV അൻവർ അനുമതി തേടിയിരിക്കുന്നത്. ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയാണ് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി, പാണക്കാട് സാദിഖ് അലി തങ്ങൾ എന്നിവരോട് അൻവർ അനുമതി തേടിയത്. എന്നാൽ മുൻ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ ഇന്ന് അവർ സമയം നിലവിൽ നൽകിയിട്ടില്ല. ഏതായാലും ഇന്നലെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾ അൻവറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അൻവറിനെ UDFൽ എടുക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് UDFൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നുള്ള ഒരു കാര്യം അൻവറിനെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള അനുമതി തേടൽ. അതായത് മുസ്ലിം ലീഗിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് UDFിലേക്ക് എങ്ങനെയെങ്കിലും പ്രവേശിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും ഒരു കാര്യവുമാണ് PV അൻവർ ലീഗ് നേതാക്കളോട് ഉന്നയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. കാരണം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു TMC എന്നുള്ള നിലയിൽ UDFിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ ഭൂരിപക്ഷം നേതാക്കളുടെ നിലപാട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗിനെ സ്വാധീനപ്പെടുത്തി അതിൽ ലീഗ് സമ്മർദ്ദത്തിൽ കോൺഗ്രസിനെ കൂടി വാങ്ങിപ്പിച്ചുകൊണ്ട് UDFിലേക്ക് പ്രവേശിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ എന്നുള്ള ഒരു ആവശ്യവുമായി അൻവർ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തി ഉയർന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ ഈ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാണക്കാട് സാദിഖ് അലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ തന്നെ കണ്ടുകൊണ്ട് അതിനുമായി ബന്ധപ്പെട്ട പിന്തുണ നൽകണമെന്ന് അൻവർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിപ്പോ 2ാം തവണയാണ് അൻവർ ഇക്കാര്യമായി ലീഗിനെ വീണ്ടും സമീപിക്കാൻ ഒരുങ്ങുന്നത്. സമീറ, ഒരു കാര്യം കൂടി, ഈ മുന്നണി പ്രവേശം എന്നതിലുപരി ഒരു സ്ഥാനാർത്ഥിത്വ മോഹമൊക്കെ അൻവറിന്റെ മനസ്സിലുണ്ടാവും. ഇപ്പൊ തന്നെ കോൺഗ്രസിൽ നിരവധി പേരാണല്ലോ ഒരു സ്ഥാനാർത്ഥിത്വ മോഹവുമായി അവരുടെ ഒരു ആഗ്രഹം അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച കൂട്ടത്തിൽ സ്ത്രീകളെയും പരിഗണിക്കണം എന്നൊക്കെ മലപ്പുറം DCC ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുമുണ്ടല്ലോ. ക്രിസ്റ്റീന, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു പ്രഥമ പരിഗണന മത്സരിക്കുന്ന കാര്യത്തിൽ അൻവർ നൽകില്ല. കാരണം എങ്ങനെയെങ്കിലും UDFിലേക്ക് പ്രവേശിക്കുക, അതുവഴി അൻവർ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, അങ്ങനെ ആ ഒരു തരത്തിലായിരിക്കും അൻവറിന്റെ തീരുമാനം. ഒരു തരത്തിലും UDFുമായി സഹകരിക്കാൻ അല്ലെങ്കിൽ UDFിൽ എടുക്കുന്നില്ല എങ്കിലായിരിക്കും അടുത്ത ഒരു ഓപ്ഷൻ പ്ലാൻ B എന്നുള്ള നിലയിൽ ഒരുപക്ഷെ തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന തീരുമാനത്തിലേക്ക് അൻവർ പോവുക. അങ്ങനെയെങ്കിൽ ആത്മാഭിമാനത്തോടെ കൂടി തോൽക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അൻവർ ഉദ്ദേശിക്കുക. മാത്രമല്ല കോൺഗ്രസിന് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ അത്തരത്തിലുള്ള സമ്മർദ്ദമൊക്കെ അൻവർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു പ്രഥമ പരിഗണന എന്നുള്ള നിലയിൽ TMC ആദ്യഘട്ടത്തിൽ തന്നെ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകില്ല. മറിച്ച് അതൊരു സമ്മർദ്ദ തന്ത്രമായാണ് ഈ അൻവർ പയറ്റുന്നത് എന്നുള്ളതാണ് തൃണമൂൽ നേതാക്കളിൽ നിന്നും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ ഈ മുന്നണി പ്രവേശനം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ UDF മുന്നണി പ്രവേശത്തിൽ ലീഗ് നേതാക്കളെ
ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ PV അൻവർ അനുമതി തേടി ഇന്ന് ആ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ. നമസ്കാരം.